നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുറഞ്ഞതൊരു 2-3 വർഷത്തേക്കെങ്കിലും അവൻ പുറം ലോകത്തേക്ക് വരരുത്. ആ കാലയളവിനിടയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് സുവർണ ദിവസങ്ങളാ. ആ നേരത്ത് കോടതിയും കേസും ഒക്കെ ആയിട്ട് കയറി ഇറങ്ങി നടന്ന നമ്മൾ എങ്ങനെ അവളുടെ വിവാഹം നടത്തും? അതുകൂടി നമ്മൾ ചിന്തിക്കണ്ടേ? യാമിനി, ആ എന്താ ചേച്ചി? ആ നീ എല്ലാവർക്കും ആഹാരം എടുത്തു വെക്കേ. ആ ശരി. പ്രതാപ, വാ ഭക്ഷണം കഴിക്കാം. ഏയ് എനിക്ക് വേണ്ട, നിങ്ങൾ കഴിച്ചോ. അതെന്താ, എന്തു പറ്റി? അവിടെ സ്റ്റേഷനിൽ രാജു ഇപ്പൊ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അവൻ കഴിക്കാതിരിക്കുമ്പോ ഞാനെങ്ങനെയാ? പ്രതാപ, ആഹാരം കഴിക്കാതെ വെറുതെ നിരാഹാരം കിടന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നീ കൂടെ വന്നേ, വന്ന് വല്ലതും കഴിക്ക്. അത് നിങ്ങൾ കഴിക്കുക. ആഹാ, നീ ഇവിടെ ഇങ്ങനെ പട്ടിണി കിടക്കുമ്പോ ഞങ്ങൾ കഴിക്കാനോ? അത് നടക്കില്ല. നീ ആഹാരം കഴിക്കാതെ ഇന്നിവിടെ ആരും ആഹാരം കഴിക്കില്ല. ചേച്ചി അത് കൂടുതലൊന്നും പറയണ്ട. എല്ലാവരെയും പട്ടിണിക്കിടണോ അതോ ഞങ്ങളുടെ കൂടെ വരുന്നോ? ദേ, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുന്ന നിനക്കറിയാലോ. ശരി, ഞാൻ വരാം. ഋതു മോളെ, ആഹാരം കഴിക്കാൻ വന്നേ. ഋതു മോളെ, മോളെ വാ, ഭക്ഷണം കഴിക്കാൻ വാ. ഋതു വാ മോളെ. എനിക്ക് ആഹാരം വേണ്ട. അവൾക്ക് ഭക്ഷണം വേണ്ടാന്ന്. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. വേണ്ട, പ്രതാപ, ആരും അവളെ വിളിക്കണ്ട. അവള് ചെയ്ത പ്രവൃത്തിക്ക് അവള് പട്ടിണി കിടക്കുന്നതന്നെയാ നല്ലത്. ആ സാർ. എടോ ദീപക്ക, മനസ്സിലായി സാർ. സാർ പറഞ്ഞു. നമ്മുടെ കേസ് ക്ലോസ് ചെയ്യാനുള്ള സമയമായി. മനസ്സിലായില്ല സാർ. എടോ, ആക്സിഡന്റിൽ പെട്ടവനെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കല്ലേ ഋതിക. ഇനി ഈ കള്ളക്കേസ് അധികകാലം വലിച്ചു കിട്ടാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അതിന് ശ്രമിച്ച എനിക്കും തനിക്കും ഒരേപോലെ ബുദ്ധിമുട്ടാവും. അത് ആക്സിഡന്റിൽ പെട്ടവൻ ചത്തെന്ന് പറഞ്ഞപ്പോ അവര് മടങ്ങിപ്പോയല്ലോ സാർ. എടോ, അതുകൊണ്ടായോ? ചത്തവനെ അന്വേഷിച്ചിറങ്ങിയ ആദ്യ ഡെഡ് ബോഡി എടുത്താ കാണിച്ചു കൊടുക്കുന്നേ. ഓരോന്നിന്റെ വേര് ചികഞ്ഞ് അവരിറങ്ങിയ ഞാനും താനും ഒക്കെ കൊടുക്കും. ഇതുവരെ ഞാൻ സാറ് പറഞ്ഞതുപോലെയല്ലേ ചെയ്തത്. ഇപ്പൊ സാറിങ്ങനെ പറഞ്ഞ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനിയും താൻ ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. ശരി സാർ. സാർ പറഞ്ഞു. ഓക്കെ സാർ, ഡൺ. ശരി. രാജു, നീ ഇങ്ങനെ പട്ടിണി കിടന്നാൽ എന്തെങ്കിലും പ്രശ്നത്തിന് പരിഹാരമാവോ? എനിക്ക് കഴിക്കാൻ തോന്നില്ലേ ചേച്ചി. മഞ്ജു, എന്താ ഇവിടെ? സാർ, ഞാൻ ഫുഡ് കഴിക്കാൻ പറയുമായിരുന്നു. ഓ, ഇവനൊന്നും കഴിക്കുന്നില്ലല്ലേ? ഇവനെ കൊണ്ട് ഞാൻ കഴിപ്പിച്ചോളാം. മഞ്ജു കൊണ്ട് മാറ്. ആ, മഞ്ജു പോയില്ലേ ഇതുവരെ? പോ. കളി മതിയാക്കാൻ സമയമായി. സത്യം പറടാ. എന്താ സാർ? ആരുടെ കയ്യിൽ നിന്നാണ് ആക്സിഡന്റ് ഉണ്ടായത്? സാർ, അത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞല്ലോ സാർ. സത്യം പറടാ നായേ.
വെച്ച കെണിയിൽ വീണത് മുതല. കൊള്ളാം, ഗെയിമിന് രസം കൂടി വരുന്നുണ്ട്. ഹലോ അമ്മേ, എവിടെയാ നീ? ഞാൻ ഈ പോലീസ് സ്റ്റേഷന്റെ പരിസരത്തൊക്കെ തന്നെ ഉണ്ടമ്മേ. ആ, അത് നന്നായി. അല്ല, എന്തായി കാര്യങ്ങള്? എന്താവാൻ, എസ് നമ്മുടെ സ്വന്തം ആളല്ലേ. ആവശ്യത്തിന് പണം ഞാൻ ഭാര്യ അറിഞ്ഞിട്ടുണ്ട്. അവളെ കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്തുള്ള വിഷമം മാത്രമേ ഉള്ളൂ എനിക്ക്. ഋതികയെ കുരുക്കാനുള്ള ഒരു കെണി നീ ഒരുക്കി വെച്ചോ? രാജു ജയിലിലായതുകൊണ്ട് ഇനി അവളെ സംരക്ഷിക്കാൻ ആരുമില്ലല്ലോ. ഈ അവസരം നമ്മൾ ഉപയോഗിക്കുന്നു. ശരിയമ്മേ, ഞാൻ വേണ്ടത് ചെയ്തോളാം. ആ ദീപകെ, ഒരു കാര്യം, അടുത്ത കാലത്തൊന്നും രാജു ജയിൽ മോചിതനാവരുത്. കുറഞ്ഞതൊരു 2-3 വർഷത്തേക്കെങ്കിലും അവൻ പുറം ലോകത്തേക്ക് വരരുത്. ആ കാലയളവിനിടയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് സുവർണ ദിവസങ്ങളാ. അതെ അമ്മേ, അവൻ അകത്ത് കിടക്കുന്ന സമയം കൊണ്ട് ഋതികയും അതുവഴി അമ്മാവന്റെ സ്വത്തും ഞാൻ സ്വന്തമാക്കും. എല്ലാം നടക്കൂടാ മോനെ, നീ ധൈര്യമായിട്ടിരിക്കെ. പിന്നെ ആദ്യം നീ അവൾക്കൊരു കെണി വെച്ച് കൊടുക്ക്. അത് ഞാൻ ഏറ്റമ്മേ. അൺനോൺ നമ്പർ ആണല്ലോ. ഹലോ, കാറിടിച്ച് ഒരാളെ കൊല്ലാറാക്കിയിട്ടിട്ട് നീ നിന്റെ അച്ഛന്റെ പിയുടെ തലയില് ആ കുറ്റം കെട്ടിവെച്ച് സ്വതന്ത്രമായിട്ട് നടക്കാന്ന് വിചാരിച്ചോ? ആരാ നിങ്ങള്? നിങ്ങൾക്കിതൊക്കെ എങ്ങനെ അറിയാം? ഞാൻ ആരാണെന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. നീയാണ് ആക്സിഡന്റ് ഉണ്ടാക്കിയെന്ന് പുറം ലോകം അറിഞ്ഞാ എന്താ ഉണ്ടാവും നിനക്കറിയോ? നിങ്ങൾ ആരാ? നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? നിങ്ങൾ ഞാനാണ് ആക്സിഡന്റ് ഉണ്ടാക്കിയതെന്ന് പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞ രാജു ജയിൽ മോചിതനാവും. എനിക്കും അത് തന്നെയാ വേണ്ടത്. നിങ്ങള് ഞാനാണ് ആക്സിഡന്റ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഓ, അവനെ രക്ഷപ്പെടുത്താൻ നീ അത്രയൊക്കെ ചെയ്യൂ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.